ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറയുന്നത് ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകളാണ് അല്ലേ. അതിലൊന്നാമത് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? എല്ലാ ബിസിനസ്സിൻ്റെ ഇടപാടുകൾക്കും എന്തുണ്ടാവും? എല്ലാ ട്രാൻസാക്ഷൻസും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റാണ്, ക്രെഡിറ്റ് ആസ്പെക്റ്റാണ്, അല്ലെങ്കിൽ ഗിവിങ് ആസ്പെക്റ്റാണ്, റിസീവിങ് ആസ്പെക്റ്റാണ്. രണ്ടാമത്തെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു നമ്മൾ. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അസറ്റ് എന്നാണോ വാങ്ങുന്നത് അന്നത്തെ വിലയാണ് നമ്മൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുക. ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനാണ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ വെരിഫയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. ഏതൊരു ട്രാൻസാക്ഷനും അതിൻ്റെ എന്ത് കാണിക്കണം? അവിടെ വൗച്ചറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഇടപാടുകൾ അവിടെ കാണിക്കേണ്ടത്. അതായത് ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ ആ ഇടപാടിൻ്റെ എന്ത് വേണം? അവിടെ ഇടപാടിൻ്റെ തെളിവ് ആ ബിസിനസ് സ്ഥാപനത്തിൽ വേണം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നാലാമത്തേതാണ് റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റവന്യൂ മീൻസ് എന്താണ്? വരുമാനം എന്നുള്ള. റെക്കഗ്നൈസേഷൻ മീൻസ് അത് പരിഗണിക്കുക എന്നുള്ളതാണ്. അത് നോക്കുക എന്താണെന്നുള്ളത്. ദ റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ. ഒരു റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഡിസൈഡ് ദാറ്റ് റവന്യൂ റെക്കഗ്നൈസ് ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ വിച്ച് ഇസ് ഏൺഡ്. ഡിക്റ്റേറ്റ്സ് ദ റവന്യൂ. അതായത് ഡിക്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ റെക്കഗ്നൈസേഷൻ, ഒരു ബിസിനസ് സ്ഥാപനത്തിലുണ്ടാകുന്ന റവന്യൂ വരുമാനം പരിഗണിക്കപ്പെടേണ്ടത്. ഡിക്റ്റേറ്റ് ദാറ്റ് റവന്യൂ ബി റെക്കഗ്നൈസ്ഡ് ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഏൺഡ്. അതായത് നമ്മൾ സാധാരണ ഇതിനെ പറയുന്നതിന് മുന്നേ ഇതിൻ്റെ ലാസ്റ്റിലൊരു പോയിന്റ് പറയുന്ന ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിന് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ദ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ RS 4000 ഇൻ ദ ഇയർ 2015. ദ സെയിൽ ഓഫ് ഗുഡ്സ്, സെയിൽ മീൻസ് വിൽക്കുക. ഒരു ഗുഡ്സ് വിൽക്കും ഫോർ ₹4000 ഇൻ ദ ഇയർ. നമ്മൾ ഇയറിൽ 2015 എന്ന് പറയുന്ന ഇയറിൽ 4000 രൂപയുടെ ഒരു ഗുഡ്സ് വിറ്റു. ആൻഡ് ദ മണി റിയലൈസ്ഡ് 2016. പക്ഷെ അതിൻ്റെ മണി നമുക്ക് കിട്ടിയിട്ടുള്ള, അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2016. റവന്യൂ ഓഫ് RS 4000 ഈസ് ടേക്കൺ 2015. റവന്യൂ നമ്മൾ ഏതിലാണ് എടുക്കുക? 2015 എടുക്കുക. എന്തെങ്കിലും മനസ്സിലായോ? അതായത് ഇത്രയേ ഉള്ളൂ. റവന്യൂ റെക്കഗ്നൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയേ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ ഈ സമയത്ത് നിങ്ങളിപ്പോൾ ഓരോ മാസം നിങ്ങളുടെ അക്കൗണ്ട് കണക്ക് ബുക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഈ കണക്ക് ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒക്ടോബർ മാസമാണ്. നിങ്ങൾ സെപ്റ്റംബർ മാസത്തെ കണക്ക് ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്, ഒക്ടോബർ മാസത്തെ കണക്ക് ബുക്ക് ഉണ്ടാക്കുന്നുണ്ട് വിചാരിക്കുക. നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ഒരു പഴയ ബൈക്ക്, ഒരു 50,000 രൂപയ്ക്ക് നിങ്ങളുടെ പഴയ ബൈക്ക് വിറ്റു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മാസം വിറ്റു സെപ്റ്റംബറിൽ. നിങ്ങൾക്ക് ആ എമൗണ്ട് 50,000 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടിയിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ ആ വരുമാനം ഏത് മാസത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഒക്ടോബറിലാണോ അതോ സെപ്റ്റംബറിലാണോ? ബിസിനസ്സിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് അത് ഏതിലെഴുതിയിരിക്കണം? എപ്പോഴാണോ ഒരു ഉൽപ്പന്നം വിൽക്കപ്പെടുന്നത് ആ വിൽക്കപ്പെടുന്ന സമയത്തായിരിക്കണം അതിൻ്റെ എമൗണ്ട്, വരുമാനം നമുക്ക് കിട്ടിയതായിട്ട് കാണിക്കേണ്ടത്. അത് ക്യാഷ് കിട്ടിയാലും ഇല്ലെങ്കിലും. അതാണ് റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റവന്യൂ അല്ലെങ്കിൽ വരുമാനം എങ്ങനെ പരിഗണിക്കണം എന്നുള്ളതാണ് ദ റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ. ഒരു റവന്യൂ അല്ലെങ്കിൽ വരുമാനം ഡിസൈഡ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് റവന്യൂ. അതായത് നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്? റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ ഡിക്റ്റേറ്റ് നമ്മൾ പരിഗണിക്കപ്പെടേണ്ടത് എങ്ങനെയായിരിക്കും? ദാറ്റ് റവന്യൂ, ആ വരുമാനം, ബി റെക്കഗ്നൈസ്ഡ് ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഏൺഡ്. എപ്പോഴാണോ നമ്മൾ ആ സംഭവം നടന്നിട്ടുള്ളത് ആ സമയത്താണ് ആ വരുമാനം പരിഗണിക്കപ്പെടേണ്ടത്. അതായത് ക്യാഷ് എപ്പോഴാണോ കിട്ടിയത് എന്നല്ല പരിഗണിക്കപ്പെടേണ്ടത്. എപ്പോഴാണോ ആ ഇടപാട് നടന്നിട്ടുള്ളത് ആ ഇടപാട് നടന്നിട്ടുള്ള സമയമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കപ്പെടേണ്ടത്. റവന്യൂ ഈസ് കൺസിഡേർഡ്, അതായത് വരുമാനം ഈസ് കൺസിഡേർഡ് പരിഗണിക്കേണ്ടത്. ഏൺഡ്, അതായത് കൺസിഡേർഡ് ഏൺഡ് മീൻസ് വരുമാനം കിട്ടുക. വെൻ ദ സർവീസ് ഹാസ് ബീൻ പ്രൊവൈഡഡ്, എപ്പോഴാണോ നമുക്ക് ആ സർവീസ് നൽകിയിട്ടുള്ളത്. ഓർ വെൻ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ്, അല്ലെങ്കിൽ ഗുഡ്സ് എപ്പോഴാണോ ഡെലിവറി ചെയ്യപ്പെട്ടിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ ടു എന്തായിരിക്കും? മാർച്ച് 31 വരെയുള്ള കാലയളവായിരിക്കും.
അപ്പോൾ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവിടെ? ഇത് 2020 അല്ലേ? 2019 ഏപ്രിൽ 1 മുതൽ 2020 മാർച്ച് 31. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ 2020 അപ്പോൾ എങ്ങനെയായിരിക്കും? 2020 ഏപ്രിൽ 1 ടു 2021 മാർച്ച് 31 വരെയാണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, 2021 എന്തായിരിക്കും? ഇവിടെ മാർച്ച് 31 വരെയാണ്. ഏത് മുതൽ? 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെ ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്ത് നടന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നാൽ അത് പരിഗണിക്കപ്പെടേണ്ടത് ആ വർഷമായിരിക്കണം. ആ വരുമാനം എന്നാണോ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. അതായത് റവന്യൂ ഈസ് ജനറലി റെക്കോർഡ് അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ. ഏത് സമയത്താണോ റവന്യൂ നടത്തുന്നത് ആ സമയത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ സെയിൽ ഓഫ് ഗുഡ്സ് RS 4000 ഇൻ ദ ഇയർ 2015. 2015 എന്ത് ചെയ്തിട്ടുണ്ട്? 4000 സാധനം വിറ്റു. ദ മണി റിയലൈസ്ഡ് ഇൻ 2016. ആ ക്യാഷ് കിട്ടിയ 2016. എന്നിരുന്നാലും റവന്യൂ ഓഫ് RS 4000, ആ വരുമാനം 4000 ഈസ് ടേക്കൺ ഇൻ 2015 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കണക്കാക്കണം. 2015 കണക്കാക്കണം. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോഴത്തെ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ 2020 അല്ലത്. അതായത് ഏപ്രിൽ 1 2020 മുതൽ ഏപ്രിൽ 1 2020 മുതൽ ഏതുവരെയാണ്? മാർച്ച് 31 ഏതുവരെയായിരിക്കും? മാർച്ച് 31 2021 വരെ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ഇതാണ്. എന്തെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ 2020 ഏപ്രിൽ 1 തൊട്ട് ഏതുവരെയാണ്? ഏപ്രിൽ 1 തൊട്ട് 2021 മാർച്ച് 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഈ 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ മാർച്ച് 31-ാം തീയതി, അതായത് മാർച്ച് 20-ാം തീയതി നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിലെ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരു പഴയ വെഹിക്കിൾ 50,000 രൂപക്ക് നിങ്ങൾ വിൽക്കുകയാണ്. 50,000 രൂപക്ക് വിറ്റു. മാർച്ച് 20-നാണ് വിറ്റത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയിട്ടുള്ളത് അടുത്ത മാസം ഏപ്രിൽ 20-നാണ് ഈ ക്യാഷ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടി, അതായത് ഈ മാർച്ച് 31 കൂടി നമ്മുടെ ആ അക്കൗണ്ടിങ് ഇയർ അവസാനിച്ചു അല്ലേ? ആ മാർച്ച് 31 കൂടി നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിച്ചു. എന്നിരുന്നാലും ഈ 50,000 ഈ മാർച്ചിലെ വരുമാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കണക്കാക്കണം. എന്നിരുന്നാലും എന്ത് ചെയ്യണം, അവിടെ ഈ മാർച്ച് 20 അല്ലെങ്കിൽ മാർച്ച് മാസത്തിലെ വരുമാനമായിട്ട് 50,000 കണക്കാക്കണം. കാരണം ഏപ്രിലാണ് കിട്ടിയതെങ്കിലും അവിടെ എന്ത് ചെയ്യണം, അവിടെ മാർച്ചിലെ വരുമാനമായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ്. കാരണം എന്താ ചോദിച്ചാൽ, ഒരു റവന്യൂ ഉണ്ടാകുന്നത് എപ്പോഴാണോ അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് അതാണ് കറക്റ്റ് ടൈം. അതിൻ്റെ ക്യാഷ് എപ്പോൾ കൊടുത്തു എന്നല്ല, ക്യാഷ് എപ്പോൾ കിട്ടി എന്നല്ല. എപ്പോഴാണോ ആ സംഭവിക്കുന്നത് ആ സംഭവത്തായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ചെറിയ വാക്കിൽ എഴുതിയിട്ടുണ്ട്, റവന്യൂ ഈസ് റെക്കോർഡ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ട ഇൻ യുവർ അക്കൗണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ അറ്റ് ദ ടൈം ഇൻ ഒക്കെയർ മീൻസ് സംഭവിക്കുക എന്നുള്ളതാണ്. ഏത് സമയത്താണോ നിങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ആ സമയത്താണ് എഴുതേണ്ടത്. ക്യാഷ് എപ്പോഴോ കിട്ടി എന്നല്ല പറയുന്നത്. അതായത് റെസീപ്റ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് വെൻ യുവർ ഓർഗനൈസേഷൻ റിസീവ് പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ഓർ സർവീസ്. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ സമയത്തായിരിക്കണം. അപ്പം റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു റവന്യൂ എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ റവന്യൂ ഉണ്ടാകുന്ന സമയത്താണ് അത് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്, അല്ലാതെ അതിൻ്റെ ക്യാഷ് സ്വീകരിക്കപ്പെടുമ്പോഴല്ല എന്നുള്ളതാണ്. റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ ഡിസൈഡ്, അതായത് എന്ത് ചെയ്യുന്നു, റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ ദാറ്റ് റവന്യൂ ബി റെക്കഗ്നൈസ്ഡ്, നമ്മൾ പരിഗണിക്കപ്പെടേണ്ടത് ഇൻ ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ വിച്ച് ഈസ് ഏൺഡ്. എപ്പോഴാണോ നമുക്ക് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്.
റവന്യൂ ഈസ് കൺസിഡേർഡ് ഏൺഡ്, റവന്യൂ പരിഗണിക്കേണ്ടത് ഏൺഡ് വെൻ ദ സർവീസ് ഹാസ് ബീൻ പ്രൊവൈഡ്, എപ്പോഴാണോ സർവീസ് കൊടുക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർ വെൻ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ്, എപ്പോഴാണ് ഗുഡ്സ് ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. റവന്യൂസ് ജനറലി റെക്കോർഡഡ്, സാധാരണ റവന്യൂ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അറ്റ് പോയിന്റ് ഓഫ് സെയിൽ, സെയിലിൻ്റെ സമയത്താണ്. ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. ദ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ RS 4000 ഇൻ ഇയർ 2015 നിങ്ങൾ എന്ത് ചെയ്തു, 4000 രൂപയുടെ സാധനം വിറ്റു, എൻ്റെ ദ മണി റിയലൈസ്ഡ് 2016 കിട്ടിയത്. എന്നിരുന്നാലും റവന്യൂ ഓഫ് RS 4000 ഈസ് ടേക്കൺ ഇൻ 2015, ആ റവന്യൂ, ആ വരുമാനം 2015 കണക്കാക്കണം എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ പ്രിൻസിപ്പിൾസുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 പ്രിൻസിപ്പിളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ 6 പ്രിൻസിപ്പിൾസുകളാണുള്ളത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പ്രിൻസിപ്പിളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.